അയാൾക്ക് ഈ മുഖം. അങ്ങനെ കാലാന്തരങ്ങൾക്ക് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ എടുക്കാൻ പോവുകയാണ്. നമുക്കിന്നൊരു സൺഡേ ആണ്. നമ്മൾ തുലിപ്സ് കാണാൻ പോവാണ് കേട്ടോ. തുലിപ്സൊക്കെ അവിടെ ഉണ്ടാകുമോ എന്തോ. തുലിപ്സിൻ്റെ മുന്നേ ഞങ്ങൾ ഫുൾ പ്ലാനിങ് ചെയ്യണോ നമുക്ക് പോകണം അങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞിട്ട്, പക്ഷേ പിന്നെ ഞാനത് മറന്നു. പിന്നെ 2 ദിവസം മുന്നെയാണ് എനിക്ക് ആ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇന്ന് അത്ര ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഒരുവിധം പൂവൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമ്മളെന്തായാലും പോയേക്കാം. അപ്പോൾ നമ്മൾ കുട്ടിയെടുക്കൽ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ കാരണം നമ്മൾ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ കിട്ടണം എന്നുള്ള പ്രതീക്ഷയിലാണ്. ക്ലൈമറ്റ് എന്താണ് കുറച്ച് ഗ്ലൂമി വെതറാന്ന് തോന്നും. അങ്ങനെയാണെങ്കിൽ രസം ഉണ്ടാവില്ല. ഞാനേ ഒരുപാട് കാര്യമായിട്ട് ഞാൻ സത്യത്തിൽ ലോങ് വീഡിയോസിന് എടുക്കുന്നില്ല എന്നുള്ള മൈൻഡിൽ തന്നെ. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ ഫാൻസ് എൻ്റെ മെച്ചി ഇരുകാട്ടിൽ കൂടിയത്തെ മെച്ചൊക്കെ ചോദിക്കണേ എന്തിപ്പോൾ വീഡിയോ ഒന്നും ഇല്ലല്ലോ, നമ്മളെന്ത് വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇവർക്കൊക്കെ ഉള്ളൊരു സന്തോഷം നമ്മളങ്ങനെ വീഡിയോയിൽ കാണുമ്പോഴാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്കൊരു ലോങ് വീഡിയോ എടുക്കാം. അങ്ങനെ നമ്മൾ എടുക്കുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ ഞാൻ പോയി വേഗം മേക്കപ്പ് ചെയ്യട്ടെ കേട്ടോ. ഗൈസ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ വീഡിയോൻ്റെ ബാക്കി എനിക്ക് എടുക്കാൻ പറ്റില്ല. ഈ സഞ്ചിയിൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വലിയ പുള്ളിയായി ഹീൽസൊക്കെയാണ് ഇട്ടിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മളെ മൂഡ് പോവും, കാലൊക്കെ വേദനിക്കും. അപ്പോൾ ഒരു സ്റ്റെപ്പിന് ചെരുപ്പാടത് നല്ല വെയിലാട്ടൊന്ന്. ഒരു തണലത്തെത്തിയപ്പോഴാണ് ഇന്നെ കാണാൻ കുറച്ച് മെച്ചമുണ്ടായത്. കാക്കിപ്പം തന്നെ പുച്ഛമിട്ട് തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ആ കുപ്പി പൊട്ടിച്ചില്ലേ? ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി ഗൈസ്. കാരണം പുറത്തത്ര ചൂടില്ല. വണ്ടിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് പതച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറൂല. ഞങ്ങൾക്ക് എൻ്റെ ഒരു ഫുൾ ലുക്ക് കാണിച്ചതാണ്. കൂടി പോകുക എവിടെ പോയി ഫോൺ വിളിച്ചത്. കാക്കു എന്തെങ്കിലും പറയാം. ആഫ്റ്റർ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ആയിട്ടാണ് നമ്മളൊരു വീഡിയോ എടുക്കുന്നത്. എങ്ങനെയാണ് ഇത്രയും മണ്ടനായിരിക്കാൻ പറ്റുന്നത്? ഇത്രയും കളിക്കാൻ ഇതെന്താണ് ശ്രീകണ്ഠൻ നായർ ഷോ. ഞാനൊരു കാര്യം പറയട്ടെ, കാപ്പാട് കൃതിയോടൊക്കെ പിന്നെ ലൊക്കേഷൻ നടന്ന താങ്കൾ എങ്ങോട്ടേക്കാണ് കുതിര സവാരി നടത്തുന്നത്? എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, എവിടെയും പോയി മാറ്റി വരാമായിരുന്നു. എന്നൊരു സുഖമല്ല എനിക്ക്. വീഡിയോയിൽ വരാൻ ഭയങ്കര മൂടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് കാക്കുവിനെ വീഡിയോയിൽ ഇന്ന് വളരെ കൂടുതൽ ഉൾപ്പെടുത്തുമായിരിക്കും. പറഞ്ഞോ, ഒരു പ്രശ്നം പറഞ്ഞോ. എന്താ കാക്കു ചോദിച്ചാൽ പറയില്ല? എന്താ ചോദിച്ചിട്ടുണ്ടെന്ന്? നമ്മൾ എടുക്ക പോണേ പിന്നെ ആ പണിനോടും ഉണ്ടാക്കാൻ പറയും. എനിക്ക് ഇഷ്ടമല്ല വച്ച. എന്താ വെച്ചത്? നമ്മളെങ്ങനെ പോകുന്നത്? നമ്മൾ പോണത് നാളെ പിന്നെ പുതിയ മന്ത്രിസഭന്റെ സത്യപ്രതിജ്ഞ ഉണ്ടല്ലോ. ചളി പറയാനാണോ എന്നോട് വീഡിയോ എടുക്കാൻ പോകുന്നത് കാക്കു? ഞാൻ വിജയന്റെ കൂടെ പോകാൻ ഉദ്ദേശിച്ചു. പക്ഷെ വിജയ് ചളി പറയാനാണോ വീഡിയോ കൊള്ളാക്കിയേ. പക്ഷേ ഗൈസ് നിങ്ങളെല്ലാവരും സത്യപ്രതിജ്ഞയ്ക്ക് പോകും. ഞാൻ പോയിട്ടുണ്ടോ? രസമല്ലതൊക്കെ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലത്തിൻ്റെ അടുത്ത് നമുക്ക് എനിക്കതൊന്നും അറിയില്ല കേട്ടോ. ഈ ഇലക്ഷൻ എത്ര വലിയ സംഭവമാണ്. കാരണം ഒന്നാമത് 5 കൂടുമ്പോഴല്ലേ വരുള്ളൂ. അപ്പോൾ ഞാൻ ജനിച്ചിട്ട് ഒരു 3ാമത്തെ ഇലക്ഷൻ 4ാമത്തെ ഇലക്ഷൻ ആയിട്ടുള്ളല്ലോ. അവിടെ എനിക്കിതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലല്ലോ. മേക്കപ്പ് ഇടാൻ. പക്ഷെ അതൊന്ന് പാളി. ഇവിടെ എന്തോ ഒരു പാച്ച് എനിക്ക് ചായ പിടിച്ചപ്പോൾ ഇവിടെ എന്തോ തട്ടിയെന്തോ ആയി. ഈ ഭാഗം മൊത്തം ഞാൻ റിമൂവ് ചെയ്ത് പുതിയ ബേസ് ഇട്ടതാ. കണ്ടോ മനസ്സിലാവുണ്ടോ? രണ്ടും രണ്ടാണ്. ഞാൻ എവിടേക്കെങ്കിലും ഇപ്പോൾ പണിക്കൊക്കെ പോകാൻ 10 മിനിറ്റ് ഉണ്ടാകുന്ന സമയത്ത് വേഗം മാറ്റുമ്പോൾ ആ കാര്യം എനിക്ക് ഏറ്റവും നല്ല മേക്കപ്പ് ലുക്ക് കിട്ടുക. ഇന്ന് ഞാൻ സമയം എടുത്തു 1.5 മണിക്കൂർ എടുത്തിട്ട് മാറ്റിയിട്ട് അതിൻ്റെ കോലം കണ്ടുകഴിഞ്ഞാൽ അയ്യോ എന്തൊരു ദാരിദ്ര്യം. അതത്ര മോശമാണെന്നല്ല, കുഴപ്പമില്ലാത്തുള്ളൂ. പക്ഷേ ഞാൻ ക്ലാസ് വന്നിട്ട് മേക്കപ്പ് ചെയ്യും. എനിക്കതങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. എന്താ ചെയ്യാം? ഇതാകെ തളച്ചു കൊടുത്തു തെച്ചുവല്ലോ കാണും. കാരണം ഫുള്ള് ഇതാണ്.
പൊക്കി വെക്കാനാണേ. കാക്കൂന് മൊത്തം ഒന്നില്ല, ഇന്നത്തെ ഡബിളോ ഡബിൾ നല്ല രസമുണ്ടല്ലോ ഇവിടെ. ഇവിടെ റോഡിൻ്റെ ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചത് പോകട്ടത് ഫുള്ള് നല്ല ഭംഗിയാണ്. എന്താണ് ഇത് കാണില്ല. സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്ന പറയല്ലത്. ഇന്നാണ് ഇപ്പോൾ സമ്മർ ആയിക്കണത്. 24 ഡിഗ്രിയാണ്. നല്ല ചൂടാണ്. ഒരു വൃത്തിയിട്ട ചൂട്, കരിയണ നേരത്തെ ചൂട്. ഇന്നലൊക്കെ 17 ഡിഗ്രി ആയിരുന്നു. പക്ഷെ നല്ല മറ്റേ കാറ്റുണ്ടായതുകൊണ്ട് നല്ല തണുപ്പിന് ഒരു കൊട്ടില്ലാതെ തണുപ്പിന്. രാത്രി നല്ല ടെമ്പറേച്ചർ ആയിരുന്നു. ഒറ്റയടിക്ക് നിങ്ങൾ മാറില്ലേ, ഭയങ്കര ചൂടായില്ലേ. അങ്ങനൊരു പ്രശ്നമുണ്ട് ഇവിടെ. ചൂടാണെങ്കിൽ ഉൾക്കത്തെ ചൂട്, തണുപ്പാണെങ്കിൽ ഉൾക്കത്തെ തണുപ്പ്. ഒരു 2 ദിവസം നേരത്തെ മിഞ്ഞാന്നത്തേക്ക് വെതറാണെങ്കിൽ എന്തിനാ എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ എത്തിപ്പള്ളിക്കുന്നത്? ഓരോ 5 മിനിറ്റ് കണ്ടാൽ പറ്റുമോ വീഡിയോ എടുക്കുമ്പോൾ? അന്ന് ഓർമ്മിക്കാം. എന്നാൽ ഫോണിൽ അലാറം വെച്ചൂടെ? കണ്ണട സേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് ഇത്ര ഉച്ചക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടോ? അതിപ്പോൾ എനിക്കറിയാൻ പറ്റില്ല. ഞാനൊന്നും അവിടെ അല്ലല്ലോ ഇരിക്കുന്നത്. കാരണം എനിക്ക് അവിടെ പോയതിന് ശേഷം സെഫോറിലൊന്നും പോകാണ്ട്. ഐ ആം വെരി സോറി. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ ഷോപ്പിംഗ് ടുഡേ. പ്ലീസ്. പിന്നെ എന്തിനാണ് സമയമുള്ളത് ചേട്ടൻ? ഇന്നെന്താ ആരെങ്കിലും കൊണ്ട് കറങ്ങാനുണ്ടോ? ഇതിന്റെ കളർ കറക്റ്റർ കഴിഞ്ഞു. ഇത്രയും പിഗ്മെന്റേഷൻ ഉള്ള ഞാൻ എങ്ങനെ കളർ കറക്ഷൻ ചെയ്യണം? മേക്കപ്പ് ചെയ്യും? അത് അടച്ച കാക്കും. ഞാൻ കാക്കുറിച്ചാൽ വീഡിയോ എടുക്കും. വീഡിയോ എടുക്കണ വണ്ടി ഓട്ടോമാറ്റിക്കൽ ഇട്ടണ വിമാനം എല്ലാവരും ഓട്ടോമാറ്റിക്കൽ ഇട്ടിട്ടുള്ള പോലെ. ട്രെയിനില്ലല്ലോ, ട്രെയിൻ ഓട്ടോ പൈലറ്റ് അല്ലേ? ഫോൺ അടിക്കാൻ മാത്രമേ ട്രെയിനിന്റെ ഡ്രൈവർക്ക് പണിയുള്ളൂ. ഡൺ ഫോർ ടുഡേ. അവസരവാദി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇതുപോലെ ഉണ്ടാവും. ഞാൻ കാക്കൂന് ശരിക്കും ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ലേ ഇപ്രാവശ്യം. ഞാൻ പറഞ്ഞു കാക്കൂന് നല്ലൊരു കണ്ണട മേടിച്ചുതരാം, കൂളിംഗ് ഗ്ലാസ് മേടിച്ചുതരാം. പക്ഷെ കണ്ണട ആകുമ്പോൾ നമ്മൾ ഫേസിൽ വെച്ചൊക്കെ മേടിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ സൈസൊന്നും കറക്റ്റ് ആവില്ല. അപ്പം ഞാൻ വിചാരിച്ചു സർപ്രൈസ് ഒന്നും വേണ്ട, കാക്കൂനെയും കൊണ്ടുപോയി മേടിക്കാം. എന്നിട്ട് അത് വെറുതെ പറഞ്ഞപ്പോൾ ഇവിടെ ഓരോരുത്തർ ലൊക്കേഷനൊക്കെ നോക്കണേ. എനിക്കൊന്ന് സഫോറി പോലും പറഞ്ഞപ്പോഴേ ഐ ഹാവ് നോ ടൈം ഫോർ ടുഡേ. ഏത് ബ്രാൻഡ് കണ്ണട നിങ്ങൾക്ക് മേടിച്ചല്ലേ? എന്തൊക്കെ ബ്രാൻഡ്? ആ മറ്റേ 30 രൂപയ്ക്ക് 4 കിട്ടൂല അങ്ങനത്തെ ഒരു കണ്ണട. ബ്രാൻഡ് കണ്ണട മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അറിയില്ലേ? എന്താലേ ആണുങ്ങള് നമ്പർ 1 ബ്രാൻഡ് ലെൻസ്കാർട്ട് മഞ്ചേരി. പക്ഷെ ഇത് നല്ല ഇത് ലെൻസ്കാർട്ടിന് മേടിച്ചതാണ്. പക്ഷെ ലെൻസ്കാർട്ടിന്റെ കണ്ണടയല്ല, അത് വേറൊരു ബ്രാൻഡിന്റെ കണ്ണടയാണ്. എന്തോ ഒരു ജോണോ അങ്ങനെന്തോ ആണത്. പുഴയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഗായ്സ്? ലാസ്റ്റ് ഒക്കെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്നും പോകുമ്പോൾ കാണിച്ചു തന്നെ പുഴ ഈ സ്ഥലങ്ങളുമാണ് ഇതൊക്കെ. പിന്നെ നമ്മൾ വീഡിയോ എടുക്കലൊക്കെ നിർത്തിയില്ലേ. ഇവിടെയൊക്കെ നല്ല പൂക്കളായി. എനിക്ക് വേണമെങ്കിൽ ഇവിടെ വണ്ടി സെറ്റാക്കി കണ്ട് ഈ പൂവിൻ്റെ ഉള്ളിൽ നിന്ന് 4 ഫോട്ടോ കിട്ടിയാലും ഐ ആം ഹാപ്പി. പക്ഷെ ഞാൻ തുലിപ്സ് കണ്ടിക്കണമെന്നല്ലാണ്ട് ഒരുപാട് തുലിപ്സ് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രൈവറേയും കൂട്ടി പോണത്. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പള്ളിമണി എടുക്കുന്നത് കാണുന്നത്. നല്ല വെയിലാണ്. ഞാൻ ശരിക്കും എൻ്റെ വൈറ്റ് ഡ്രസ്സ് ഉണ്ടായിരുന്നു ഇട്ടാൽ മതി. പിന്നെ അതിൽ ഓൾറെഡി കുറേ ഫോട്ടോ ഉണ്ട്, അത് മൂടില്ലാത്ത. നമ്മുടെ സമ്മറിൻ ബത്ലഹേമിലൊക്കെ കാണുന്നത് ഇതേപോലത്തെ കാഴ്ച. എത്ര ദൂരത്തുണ്ടത്. എന്താ കണ്ണ് കാണാൻ ഭംഗിയില്ലാത്ത വീഡിയോയില്. ആണല്ലേ
വെളിയിൽ നിന്നും പ്രൊട്ടക്ഷൻ. സംഭവം കുറച്ച് ലുക്ക് ഉണ്ടെങ്കിലും പ്രൊട്ടക്ഷനാണ് മെയിൻ. നമ്മൾ പുള്ളിയായി ഹീലിട്ടിക്കണം. കുറച്ച് നേരമൊക്കെ ഇത് മൂടും. നമുക്ക് കംഫർട്ടാണ് മെയിൻ. അതുകൊണ്ട് ഞാൻ ഷൂസ് എടുത്തിൻ്റെ ബാഗിലിട്ടിക്കണം. ശരി, കാക്കൂന് പരമ പുച്ഛം. ഞാൻ 2009 ഇവിടെ വന്ന സമയത്ത് തുടങ്ങി ഓടുന്നുണ്ടായിരുന്നു. മലേനും 2009 കാക്കു എത്രാം ക്ലാസ്സിൽ നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് തുലിപ്സിലുള്ള ഭാഗത്തേക്ക് നടക്കണ്ട്. സത്യത്തിൽ ഇവിടെ ഒരു പാർക്കിംഗ് അവിടെ ഒരു പാർക്കിംഗ് വലിയ ഐഡിയ ഉണ്ടായില്ല. നമ്മൾ സമയത്ത് എല്ലാവരും ഇവിടെ പാർക്ക് ചെയ്യണതാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ പാർക്ക് ചെയ്തിട്ട് മറ്റേ ഭാഗത്തേക്ക് നടക്കട്ടെ. പക്ഷെ അതുകൊണ്ട് നമുക്കിത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ഉണ്ടായി. നല്ല രസമുണ്ടായിന്. ഒരു എന്താ പറയുക, ഒരു ഫാം പോലത്തെ എന്തോ ഒരു സെറ്റപ്പാണ്. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതിൽ കുതിരയും മറ്റേ ചെമ്മരിയാട് പോലത്തെ ആടുകളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഇനി അവിടെ ചെന്നതിന് ശേഷം നമുക്ക് രണ്ടാക്കും ടിക്കറ്റ് എടുക്കണം. $10 പ്ലസ് ടാക്സ് ആയിരുന്നു നമുക്ക് ടിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് തുലിപ്സ് വേണമെങ്കിൽ പറിക്കാൻ പറ്റും. ഒരു തുലിപ്സിന് $1.50 നമ്മൾ പിന്നെ പൊതുവേ അങ്ങനെ പൂക്കൾ അങ്ങനെ പറിക്കണ്ട എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പൂവ് പറിച്ചിട്ട് പോരേണ്ട കാര്യമല്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒന്നാമത് നല്ല വെയിലാണ്. പിന്നെ ഞാൻ കണ്ടു കുറേ പേര് അവിടുന്ന് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് പൂക്കളെ. കാരണം ഒരു വണ്ടിയിലെത്തുമ്പോഴത്തേന് വെയിലൊക്കെ കൊണ്ടിട്ട് പൂക്കൾ പറ്റ വാടിയിരിക്കണു. പിന്നെ വെറുതെ പൈസയും കൊടുത്തിട്ട് ആ പൂ പറിക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതാണ് കേട്ടോ കാണിച്ചത്. നമ്മൾ അവിടുന്ന് ഇവിടെ വരെ നടന്ന് വന്നു എന്നുള്ളത് കാണിച്ചിരുന്നു. കാക്കുന് ഇപ്പം തന്നെ നല്ല വെയിലായിട്ട് തലവേദന തുടങ്ങി കേട്ടോ. കാക്കുന് വെയിൽ തീരെ പറ്റൂല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി അവിടുന്ന് ഇങ്ങോട്ടുള്ള വീഡിയോ ഒക്കെ സാധാ ഓൺ വോയിസിലുള്ള വീഡിയോസ് ആയിരിക്കും. ഞാൻ വോയിസ് ഓവർ കൊടുക്കണില്ല കേട്ടോ. അതങ്ങനെ കാണാനാണ് രസം തോന്നി എനിക്ക്. അപ്പോൾ വീഡിയോ കണ്ട് നോക്ക്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻസിൽ അറിയിക്കണം കേട്ടോ. കാനഡയിൽ വെയിലുണ്ട്. ഞാൻ കാനഡയിലേക്ക് പിന്നെ എനിക്കായിട്ട് വാക്ക് പറയാനുണ്ട്. എല്ലാവരും കാനഡയിൽ ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കാനഡ ചൂസ് ചെയ്തില്ല, ലണ്ടൻ ചൂസ് ചെയ്തു, വേറെ ഏതെങ്കിലും കൺട്രി ചൂസ് ചെയ്തു. അല്ലെങ്കിൽ ഇവിടെ വന്നോലെ തണുപ്പായതുകൊണ്ട് ഞാൻ ഇവിടുത്തെ പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരാൾ ഇവിടെ 365 ദിവസവും വിന്റർ ആണെന്ന് വിചാരിച്ച് വന്നതാണ് ഇങ്ങോട്ട്. ഈ ചങ്ങായി കാനഡയിൽ മഞ്ഞ് പെയ്യാത്ത സ്ഥലങ്ങളുണ്ട്. അതിലും കാനഡയിൽ കാക്കു മറ്റേ സസ്കഷ്വാനിക്ക് ഒരിക്കലും പോയാൽ മതിയേനു. സസ്കഷ്വാനിലും മാൻറ്റോബയിലൊക്കെ തണുപ്പ് കൂടുതലുണ്ട് തന്നെയുള്ളൂ. അല്ലാണ്ട് ഇവിടുത്തെ മൗണ്ടൻസ് അത്ര മഞ്ഞാവില്ല. എനിക്കറിയില്ല. കാക്കു വന്നിട്ട് കുറച്ച് ജോലി സാധ്യതകളും മഞ്ഞും കൂടുതലുള്ള സ്ഥലം നോക്കിക്കൊണ്ടാണ് മോൺട്രിയൽ ചൂസ് ചെയ്തിട്ടുള്ളതാണ് ഞാനിതിന്ന് മനസ്സിലാക്കണത്. മഞ്ഞിന് വേണ്ടി മാത്രം വന്നിട്ട് അത് മഞ്ഞിനോടുള്ള പ്രേമം കൊണ്ടല്ല, വെയിലിനോടുള്ള വിദ്വേഷം. തൊപ്പിയൊക്കെ പറക്കണു. ഈ പണ്ട് 1ാം ക്ലാസ്സിൻ്റെ ഡാൻസ് കളിച്ചപ്പോൾ മറ്റേ ഇതിൻ്റെ ഉള്ളത്തി സാധനം ഉണ്ടാക്കുന്നത് കിട്ടിയല്ലോ, അതേമാതിരി ഇടും ഞാൻ കുറച്ച് കഴിഞ്ഞാൽ. എവിടെ ഇതിൽ തുലിപ്സ് വരില്ല. ഈ മുട്ടപ്പറമ്പ് കാണാനാണോ നമ്മൾ വന്നത്? സീരിയസ്ലി? ഓക്കെ, എനിക്ക് ഈ ഒരു ആംഗിളിൽ നിന്ന് ഇവിടെ അറ്റൻഷനൊക്കെ കൊടുത്തിട്ടുണ്ടോ? $3X ഇടുമ്പോൾ വലിയ പ്രശ്നമല്ല. ഈ ഭാഗത്താണല്ലേ കുറച്ചുകൂടി പൂക്കളുള്ളത്. നോക്ക് നോക്കൂ, ഇങ്ങനെ എടുക്കണം എന്നാലേ എന്തെങ്കിലും കിട്ടുള്ളൂ. വന്ന മൂടും എനിക്കിപ്പോൾ ഇല്ല. ഒരു ഫോട്ടോ എനിക്ക് നല്ലത് കിട്ടണില്ല, ഒരു രസമില്ല. സങ്കടം ഇങ്ങനെ വന്ന് ഇവിടെ വേദനയൊക്കെ തുടങ്ങുന്നുണ്ട് എനിക്ക്. ഈ ഒരു ആംഗിളിൽ നിന്ന് ഇങ്ങനെ കാണിച്ചില്ല എന്താ ഭംഗി.
കുടിക്കാണ് ഗൈസ്. This is how a green flag looks like in yellow dress. നല്ല പാങ്ങുണ്ട്. ക്യാമറമാൻ ഇപ്പൊ കാണിച്ചിടാവേ. ഒരു തണല് കിട്ടിയപ്പോൾ അവിടെ ഓടി വന്ന് രക്ഷപ്പെട്ടിരിക്കാം. ഇതിങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് വലിയ രസമൊന്നുമില്ല. ഇങ്ങനെ ഈ ഒരു ആംഗിൾ ഒന്ന് കാണണം. നമ്മൾ പരിപാടി ഏകദേശം സമാപിച്ചാലോ എന്നുള്ളത് ആലോചിക്കണ്ടോ. വെയിലത്ത് ഷെറിൻ ഫ്രൈയും സിംസാർ ഫ്രൈയും വയ്ക്കണം ഞങ്ങളുണ്ടാവും. ഞങ്ങളെ ബാഗ് ഞങ്ങളിവിടെ സുരക്ഷിതമായി വെച്ചിട്ടുണ്ടോ അവിടെ അതിൻ്റെ ഉള്ളിൽ, ബാഗിൻ്റെ ഉള്ളിൽ. മഞ്ഞ ഡ്രസ്സിൽ നല്ല ക്യൂട്ടായിട്ട് തൊപ്പി പാറാണ് കൈസ്. അതുകൊണ്ട് ഞാൻ സാധനം ഇട്ട് ഉറപ്പിച്ചു കറ്റ തൊപ്പിനെ. സോ അത്രയുള്ള നമ്മൾ അന്നത്തെ പരിപാടി നമ്മൾ പോവാം കേട്ടോ. മതിയായി. ഇത് പഠിക്കുകയാണെങ്കിൽ നല്ല സുഖമാക്കൂ. ദിസ് ഈസ് ആക്ച്വലി വെരി ഗുഡ്. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സെൽഫി സ്റ്റിക്ക് കണ്ടുപിടിച്ചത്. അയ്യോ പോലീസ്. നമ്മൾ പിന്നെ തുലിപ്സ് പറിക്കാൻ നിന്നില്ല, കാരണം നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കരുത്. ഇതൊക്കെ കണ്ട് ആസ്വദിക്കണം. എന്താ കാക്കുന്ന അഭിപ്രായം? $1.5 ഒരു പൂവിന്. നമ്മൾ അരക്കന്മാരായതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുക. ഒരു സാധനം കാണിച്ചില്ല. നോക്ക്, അടിപൊളി. ഇവിടെ ഒരു പശുമണുണ്ട്. ചിലപ്പോൾ ഫ്രണ്ട്സിൽ എന്തൊക്കെ ആടുകളെ പറഞ്ഞു തോന്നിക്കും. ഇപ്പോഴാണ് സെൽഫി സ്റ്റിക്ക് കിട്ടിയത്. അപ്പോൾ എന്തെങ്കിലും വീഡിയോ എടുക്കണ്ടേ. പോരുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണിത്. ഈ തൊപ്പിയാണെങ്കിൽ ഇത് എന്ത് നിസാന്റെ പുതിയതോ? അന്ന് കാക്കുനെ കാണിച്ചാൽ വേണമെന്നൊക്കെ കുറച്ച് ഓവർ. നമ്മൾ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അല്ലേ കാക്കു? കാരണം ഇനി അങ്ങോട്ട് ഭീകരമായ ഷോപ്പിംഗ് നടക്കാൻ പോവാണ്. നമ്മൾ കണ്ണട മേടിക്കുന്നു, സെഫോറയിൽ പോകുന്നു. പറയുമ്പോൾ വലിയ മുണ്ടാട്ടൊന്നുമില്ല. അതിന് തോല് വരൽ തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ തുലിപ്പ് സന്ദർശനത്തിനെ പറ്റി കാക്കുന്ന എന്താ പറയാനുള്ളത്? കുഴപ്പമില്ല, ആവറേജ് ഉള്ളൂ അല്ലേ? ഫോട്ടോസ് എടുക്കാൻ വന്നത് എൻ്റെ ഒരു ഇതിൽ പറ്റിയ പാളെന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കൂനെ ഞാൻ നല്ല മഞ്ഞക്കുപ്പായിട്ട് മഞ്ഞക്കിളിയാക്കി. സോ കാക്കൂൻ്റെ ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയാക്കും. ഞാൻ പൊളിയേക്കാണ്ട് ഈ മൊയന്ത് ഡ്രസ്സിട്ട് പോകും, ബ്ലാക്ക്. കാരണം ഞാൻ തുലിപ്സിൻ്റെ ഗൂഗിളിലൊക്കെ നോക്കി ഫോട്ടോസ്, അതിൽ എനിക്ക് പറ്റിയത് ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് കണ്ട് ചില പോലെ ഫോട്ടോസ് ആണെങ്കിൽ കുറച്ചുകൂടി പറ്റിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ബ്ലാക്ക് ഇടാം. അങ്ങനെ ഇട്ടതാണ്. എൻ്റെ അടുത്തൊരു വൈറ്റ് ഡ്രസ്സ് ഉണ്ടായിരുന്നു, അത് ഇട്ടാൽ മതിയായിരുന്നു.
പക്ഷേ വൈറ്റ് ഡ്രസ്സിൽ ഞാൻ ആർക്കും ഫോട്ടോ കണ്ട് എനിക്ക് പറയാൻ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ഇട്ടത്. പക്ഷേ മഞ്ഞ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാക്കുൻ്റെ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് അതിന് ഫോട്ടോയിൽ കാണാൻ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ കാണാൻ കുറച്ച് ഭംഗി വേണം, അത് മാത്രം പറയാം. കാക്കു എങ്ങനെ നിന്നിട്ടും കാക്കുനെ കാണാൻ നല്ല രസം, ഇന്നെ കാണാൻ രസമില്ല. അപ്പൊ പിന്നെ എൻ്റെ ഫോട്ടോ രസമില്ലാത്തിന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. ഒരു പോയിന്റിൽ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. പക്ഷെ ഞാൻ എന്താ പറയുക, അപ്പോൾ കുറേ നല്ല കുട്ടിയായിരിക്കണം, അതുകൊണ്ട് ഞാൻ ആത്മസംയമനം പാലിച്ച് 1-2 ഫോട്ടോ ഒക്കെ പിന്നെ നല്ലത് കിട്ടി. അപ്പോൾ എനിക്ക് സന്തോഷമായി. പിന്നെന്താ, സോ ഇത്രേ ഉള്ളൂ നമ്മളെ തുലിപ്സ് വ്ലോഗ്. തംബ്നെയിലിടാൻ നല്ലൊരു 2 ഫോട്ടോ ഉണ്ടോ? ഞങ്ങൾ രണ്ടാളൊരു ഫോട്ടോ അല്ല ഗൈസ്, ഞാൻ ഈ കുന്ത്രാണ്ടതിലുള്ളത് ഞാൻ മറന്നുപോയി. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും നല്ലൊരു ഫോട്ടോ എടുക്കുന്നു. ബുൾഷിറ്റായിപ്പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നെക്സ്റ്റ് ടൈം നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, സൈനിങ് ഓഫ്. നോക്കും പറഞ്ഞോ, ബൈ.